വിള ഇൻഷുറൻസ് എടുത്ത കർഷകർക്ക് നാശനഷ്ടം സംഭവിച്ചാലും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന് പരാതി. ഈ ഒരു പശ്ചാത്തലത്തിൽ വിള ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുകയാണ് കർഷകരിൽ മിക്കവരും. This news sponsored by ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കനിയന്തോൾ, ചീമേനി. മൊബൈൽ 9447730972. കർഷകർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നത് തടയാനായി വിള ഇൻഷുറൻസ് പ്രോത്സാഹിപ്പിക്കുകയാണ് കൃഷിവകുപ്പ്. അതേസമയം നാശനഷ്ടം നേരിട്ടാലും നഷ്ടപരിഹാര തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് കർഷകർക്കുള്ളത്. ഒരു തവണ വിള ഇൻഷുറൻസ് എടുത്തവർ അതുകൊണ്ട് തന്നെ അടുത്ത തവണ വിളകൾ ഇൻഷുറൻസ് ചെയ്യാൻ മടിക്കുകയാണ്. പിന്നെ കൃഷിഭവൻ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നാശനഷ്ടത്തിൻ്റെ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കൃഷിയുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണ കർഷകർ ഇപ്പം ഇന്ന് പുറകോട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ട്. ഇപ്പോൾ നാമമാത്രമായ കർഷകർ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവരെയും കൂടി നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്കിതുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ തെങ്ങ് വെട്ട് വീണ് അത് ഇൻഷുർ ചെയ്താണ്. അതിൻ്റെ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. അത് ഏകദേശം ഒരു 3 വർഷത്തോളമായി. വലിയ തുക ചെലവഴിച്ചാണ് കർഷകർ കൃഷി ഇറക്കുന്നത്. ഒരു വാഴയ്ക്ക് 150 രൂപയോളം വളത്തിന് മാത്രം ചെലവ് വരും. 2 തവണ തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിക്കണം. വാഴയ്ക്ക് താങ്ങായി നൽകുന്ന ഊന്നുവടികൾക്ക് 100 രൂപ വരെ വില ഈടാക്കുന്നു എന്നാണ് കർഷകർ പറയുന്നത്. ഇത്രയും മുതലിറക്കി കൃഷി ചെയ്താൽ ശരാശരി 700 രൂപയാണ് ഒരു വാഴയിൽ നിന്നും ലഭിക്കുക. എന്നാൽ കാലാവസ്ഥ ചതിച്ചാൽ കർഷകന്റെ മാസങ്ങൾ നീളുന്ന ഈ അധ്വാനവും പാഴാകും. ഈ സ്ഥിതിക്ക് മാറ്റം വരണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.